അഭയാർത്ഥികൾക്കുള്ള സൗകര്യം ദുരുപയോഗം ചെയ്യുന്നത് തടയാനുള്ള നടപടികളുമായി എത്തിയിരിക്കുകയാണ് കാനഡ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവതരിപ്പിച്ച സ്ട്രോങ് ബോർഡർ ആക്ടിലാണ് ഇതിനുള്ള വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഠനത്തിനെത്തുന്ന ഒട്ടേറെ വിദേശ വിദ്യാർത്ഥികൾ അഭയാർത്ഥി സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് പെർമനന്റ് റെസിഡൻസി സ്വന്തമാക്കുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേരെ ഇത് ബാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ 5500 അഭയാർത്ഥി അപേക്ഷയാണ് രാജ്യാന്തര വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ചതെന്ന് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയുടെ മെയ്യിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2024 സമാന കാലയളവിനെ അപേക്ഷിച്ച് 22% കൂടുതലാണിത്. 3000-ലേറെ അപേക്ഷകൾ ഇന്ത്യയിൽ നിന്നുള്ളവരിൽ നിന്നാണ്. കാനഡയിൽ വന്ന് ഒരു വർഷത്തിന് ശേഷം നൽകുന്ന അപേക്ഷകളാണെങ്കിൽ ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി ബോർഡിന് നൽകേണ്ടതില്ലെന്നാണ് പുതിയ ബില്ലിലെ വ്യവസ്ഥ. 2020 ജൂൺ 24 ശേഷമുള്ള അപേക്ഷകളിലാണ് ഈ വ്യവസ്ഥ ബാധകമാകുക. US-ൽ നിന്നും കരമാർഗം രഹസ്യമായി കാനഡയിൽ പ്രവേശിച്ച് 14 ദിവസത്തിന് ശേഷം നൽകുന്ന അപേക്ഷകളും അയോഗ്യമാക്കും.